ഹായ് എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സീരിയസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ബാക്കിലുള്ള നമ്മുടെ ഈ പുൽക്കൂട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ഈ പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മേളിലാട്ടോ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കാർഡ്ബോർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനൊന്ന് എടുത്തിട്ട് റൂമിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നമുക്കതിനെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഡോറൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഡോറ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോറൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒന്ന് സെറ്റായിട്ടോ. ഇനി നമുക്ക് ബാക്കിത്തെ പരിപാടിയിലിട്ട് കിടക്കാം. നമ്മളതിനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കുറച്ച് വെള്ളം, പിന്നെ നമ്മൾ മുട്ട് സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ മുട്ട് സൂചി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാതിലിൻ്റെയൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അന്നേരം നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് തുണിയൊക്കെ നല്ല സെറ്റായിട്ട് മുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് നമുക്ക് തുണി വെക്കാം കേട്ടോ. നമ്മൾ ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വെച്ച കല്ലും സംഭവങ്ങളൊക്കെ ഒന്ന് കിട്ടാവുന്ന രീതിയിൽ അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനോട്ട് നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ബിൽഡിങ് ശരിക്കും നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു സൈഡായിട്ടുള്ളൂ. അപ്പുറ സൈഡ് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിലിങ്ങും സംഭവങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ഈ ടൈമിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു മതിൽ പോലെ സെറ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാറായി. അപ്പോൾ ഏകദേശം ഉണങ്ങി നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്ങും സംഭവങ്ങളായിട്ടൊക്കെ പോകട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഒരു സൈഡായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പുറം സൈഡിലായിട്ട് തെർമോക്കോളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. അതിന് നമ്മൾ നമ്മുടെ പുൽക്കൂടിൻ്റെ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഡോറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജുങ്ക്രുവാവയും കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. നമ്മുടെ അപ്പുറ സൈഡിൽ ഉണ്ടാക്കാനുള്ള തെർമോക്കോളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ അപ്പുറ സൈഡിൽ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ അത് നമ്മൾ തെർമോക്കോളുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടാട്ടോ ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്യണേ. ഇത് നമ്മളിവിടെ ഒരു ഫാൻ മേടിച്ചതിൻ്റെ ബാക്കി പീസാട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പുൽക്കൂട് തന്നെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഫസ്റ്റിൽ ഒന്ന് നമുക്ക് വേണ്ട ഒരു സ്കെയിൽ മോഡൽ വല്ലതും സെറ്റ് ചെയ്യാം. അതിനുശേഷം എന്താ പറയുക, ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾവശവും സംഭവങ്ങളൊക്കെ ഒന്ന് തീ വെച്ചിട്ട് ഒന്ന് ഉരുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കല്ലിൻ്റെ ടെക്സ്ചർ കിട്ടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇഷ്ടികയും സംഭവങ്ങളൊക്കെ വെട്ടുവാണെങ്കിൽ നല്ല
രീതിയിൽ ആ ഒരു ഔട്ട്പുട്ട് കിട്ടും കേട്ടോ. കുട്ടികളൊക്കെ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക, മുതിർന്നവരുടെ ഒക്കെ ഒപ്പം എന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഇഷ്ടികയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പീലറാണ്. ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന പീലറാട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടൂൾസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പീലർ ചൂടാക്കിയിട്ടാട്ടോ ഈ കട്ടിങ് ഒക്കെ ചെയ്യണേ. നമ്മളെല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം, നമുക്കിടെ ഏകദേശം ഐഡിയ പോലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഉണ്ണീനെയൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു തെർമോക്കോളിൻ്റെ സംഭവം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് TV കൊണ്ടുവന്ന ഒരു സാധനം കേട്ടോ, നമ്മൾ സെൻറ്ററിൽ വെച്ചാണ്. അപ്പോൾ അതോടെ നമ്മൾ അതിന് മേളിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കൊക്കെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വെച്ചതിനെ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് റെഡിയാക്കാൻ കേട്ടോ. അതൊന്ന് നമുക്ക് ചൂടാക്കി ഇഷ്ടിയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ പണികളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കല്ല് പോലെ, ഇഷ്ടികയല്ല കല്ല് പോലെ ഇട്ട് നമ്മൾ ഫസ്റ്റിൽ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാർവ് ചെയ്യാനൊക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ പെയിൻറ്റിങ് തുടങ്ങി കേട്ടോ. യെല്ലോയും ബ്ലാക്കും കൂടിയിട്ടൊരു മിക്സ് ആട്ടോ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടാണ് കേട്ടോ. എന്താണെങ്കിലും വെള്ളം ഒന്ന് വലിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ഡിമ്മാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെയും സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. ബിൽഡിങ്ങിൻ്റെ ഇഷ്ടികയൊക്കെ ഇടയ്ക്കിടെ നമ്മൾ ഡാർക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആട്ടോ ഫില്ല് ചെയ്തേക്കണേ. അപ്പോൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റുള്ള കളർ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇഷ്ടികയുടെ ഒക്കെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഫസ്റ്റിലെ എല്ലാത്തിനും ഒരു ലൈറ്റ് കളർ വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു യെല്ലോയുടെയും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ബ്രൗണും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കളറോടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് അടിക്കുന്നത്. ഒരു പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളറിലായിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് പൂപ്പലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടും നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ പഴയ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇങ്ങനെ പായലൊക്കെ പിടിച്ചിരിക്കൂലേ, അപ്പോൾ അതിന് തോന്നിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് യെല്ലോയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ആ 3 ബിൽഡിംഗ് കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ഫോം വെച്ചിട്ടാട്ടോ ഫില്ല് ചെയ്തേക്കണേ. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതങ്ങനെ ഫിക്സ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ സെക്കങ്ങോട്ട് ഇതിൻ്റെ പഠിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ കല്ലായിട്ട് ചെയ്തേക്കുന്നത് നമ്മളൊരു ഗ്രേയിഷ് കളറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ പറയുന്നോണം യെല്ലോയും ഗ്രീനൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പായലിൻ്റെ ഫീലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്ലോറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അതായത് ഫ്ലോർ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഫ്ലോറ് നമ്മൾ ഏകദേശം നമ്മുടെ ബിൽഡിങ്ങിനോട് സാമ്യം തോന്നുന്ന കളർ കേട്ടോ അടിച്ചാണ്. അതായത് ബ്രൗണും ബ്ലാക്കും ഇടകലർത്തി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ യെല്ലോയും ഗ്രീനും നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റെയറൊക്കെ ചെയ്തേക്കണം നമ്മളൊരു ആ ഫോം വെച്ചിട്ട് കേട്ടോ. ഫസ്റ്റിൽ നമ്മൾ ആ തെർമോക്കോളൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേളിലായിട്ട് ഫോം ഫില്ല് ചെയ്തിട്ടാട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് സ്റ്റെയറൊക്കെ. അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കും. ആ ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വീർത്ത് വരും. പിന്നെ അതിൻ്റെ മേളിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്.
മലകൾക്കൊക്കെ നമ്മളൊരു ഡാർക്ക് കളർ കൊടുത്തിട്ട് അതിൽ യെല്ലോയും ഗ്രീനും കയറ്റി കൊടുക്കുകയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി കേട്ടോ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിട്ട് സംഭവം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഈ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഒരു ചാർത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളൊരു സ്റ്റാൻഡ് പോലെയൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് പരിപാടികളൊക്കെയാണ് ഇനിയുള്ള. ബാക്കിയത്തെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ജനലിൻ്റെയും വാതിലിൻ്റെയും പണിയൊക്കെ ഒന്ന് റെഡിയാക്കണം. ലൈറ്റൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് മക്കയിലൊക്കെ വയ്ക്കാനുള്ളൊരു ചാർത്തോല റെഡിയാക്കണം. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അതിനൊരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് ഇനി ബോർഡറിനൊക്കെ നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ആ ഫ്രണ്ടിലത്തെ സ്റ്റാൻഡൊന്ന് പിടിപ്പിക്കണം. പിന്നെ കുറച്ച് മരങ്ങളും ചില്ലകളും ഒക്കെ ഒന്ന് പിടിപ്പിച്ചതാട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ വാതിലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 വാതിലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് അപ്പോൾ ബാക്കിയത്തെ പണികൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെരുപ്പൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അത് പോയത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാദ്യം ആ ഡോർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ ആ പേപ്പർ അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അളവിന് റെഡിയാക്കിയിട്ട് ആട്ടോ നമ്മളത് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുകയായിട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ താഴത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഡോർ. ഇതെങ്ങനെയാട്ടോ ഡോർ ചെയ്തേക്കണേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആണ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ആ ഡോർ ഉണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ അതുണ്ട് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും കേട്ടോ. അത് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക പഴയ വീടുകളുടെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ഇങ്ങനെ പാത്രങ്ങളൊക്കെ അടക്കി വയ്ക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 പീസ് എടുത്തിട്ട് നമ്മൾ ആ ജനലിൻ്റെ മുകളിലായിട്ട് പിടിപ്പിച്ചിട്ടോ. ഇനി നമുക്ക് ഒരു ചാർത്ത് പോലെ റെഡിയാക്കണം കേട്ടോ അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോല് ഒന്ന് ഏകദേശം അളവ് നോക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത കോലിനെ നമ്മൾ അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പോകട്ടോ.
അതായത് ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടു വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്ക് വേറെ സപ്പോർട്ടിങ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ് പോലത്തെ ഒരു ഇതായിട്ട് എടുത്താണ്. ആ നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ടാട്ടോ. ഫസ്റ്റിൽ നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആ കോലിൻ്റെ ഒരു സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പുറ സൈഡിൽ അതുപോലെ തന്നെ വേറൊരു രീതിയിലൊരു ചാർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കോലൊട്ടിച്ചു. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ചുകൊണ്ടുള്ളൊരു നെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു കോൺ രീതിയിൽ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേളിലൊരു ചെറിയൊരു കെട്ട് പോലെ നൂല് കൊണ്ട് നമ്മൾ കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ക്ലേ മോഡൽസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചെറിയ പാത്രങ്ങളൊക്കെ, മഗ്ഗും അതുപോലെ കൊട്ടയും വട്ടികളും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ജിങ്കുറാവയുടെ പ്ലേഡോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജിങ്കുറാവ കളിക്കുന്ന ഒരു സംഭവമാണ് പ്ലേഡോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളതിനെ പെയിൻ്റ് അടിച്ചെടുക്കുക കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് മഗ്ഗുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. നമ്മളുണ്ടാക്കുന്ന മഗ്ഗിന് കുഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഫൈനൽ ടച്ചിലായിട്ട് നമ്മൾ എത്തുക കേട്ടോ. ഇങ്ങനെയാട്ടോ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂട്. നമുക്ക് മറ്റേ പ്ലേഡോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വഴിവിളക്കിൻ്റെ സ്റ്റാൻഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓടൊക്കെ റെഡിയാക്കും കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാർഡ്ബോർഡ് അതിൻ്റെ മേൽവശം ഇങ്ങനെ കീറിയിട്ട് ഉണ്ടാക്കിയേക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയേക്കണേ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. കാർഡ്ബോർഡ് ഇങ്ങനെ മേൽവശം ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ ഏറ്റവും താഴത്തുനിന്ന് മേളിലേക്ക് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ മേൽക്കൂര നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു മേൽക്കൂര ചെയ്യാം. എൻ്റെ 2 സൈഡിലും ഞാനും ജിങ്കുറാവയുടെയും കൂടിയിട്ട് നമ്മുടെ ഡോറൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കരിക്ക് മൊത്തം ഡൗട്ടുകളാണ്. അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഫുൾ ഡൗട്ടുകളാട്ടോ. അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിട്ട് ഡോറുകളൊക്കെ ഒട്ടിച്ച് തീർത്തു. അതിനുശേഷം നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടു.
നമ്മുടെ ഓടുകൾക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു ഓറഞ്ചും ബ്ലാക്കും ബ്രൗണോടെ കൂട്ടിയിട്ടൊരു കളറായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ കുറച്ച് യെല്ലോയും നമ്മൾ അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓറഞ്ച് കളറൊക്കെ അടിച്ചതിന് ശേഷം, ഓറഞ്ചും ബ്രൗണോടെ കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ബ്ലാക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു പഴയൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഓടൊക്കെ പാഴിയൊക്കെ പിടിച്ചിരിക്കുന്ന നമുക്കൊരു ഫീല് കിട്ടും കേട്ടോ ഉണങ്ങി കഴിഞ്ഞ്. അതിന് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ്, ഓടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മരത്തിൻ്റെ തൊലി കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടിൻ്റെ കുറച്ച് ഇരുന്ന സാധനങ്ങളാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കെട്ടിടത്തിൻ്റെ സൈഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാർത്തിൻ്റെ മേൽവശമൊക്കെ നമ്മൾ കുറച്ച് തൊലികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ വക്കോലുകളൊക്കെ അടക്കി വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് പോലത്തെ ഒരു സംഭവം വെട്ടിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാലിത്തൊഴുത്തിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വക്കോലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം ഡീറ്റെയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പായലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാട്ടോ നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഔട്ട് വരുന്നത്. ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പാഴിയൊക്കെ പോലെ നമ്മൾ കളറൊക്കെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലുക്കിലോട്ട് വരും കേട്ടോ. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നമ്മൾ ചെറുതായിട്ട് മരത്തിൻ്റെ തൊലിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ചില്ലകളും പാഴിയും ഇലകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലുക്ക് വരും കേട്ടോ. ചെറുതായിട്ട് രണ്ട് തീ കായുന്ന പോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലേ ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഏകദേശം തട്ടൊക്കെ ഈ ഒരു രൂപത്തിൽ വരും കേട്ടോ. മാക്സിമം നമ്മൾ പെയിൻറ്റിങ്ങിലും സംഭവങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ നോക്കിയിട്ടാണ് കേട്ടോ. തൊഴുത്തും സംഭവങ്ങളൊക്കെ ഒന്ന് വക്കോലും സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയിടുക്കിക്കടയും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ പൂപ്പലാഴി, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് പൈൻ മരത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ചില്ലകളാട്ടോ നമ്മൾ ഈ പുൽക്കൂടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ലുക്ക് ഈ ഒരു രീതിയിൽ വരും കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ രൂപങ്ങളും ഒട്ടകത്തിനെയും നമ്മുടെ ആടിനെയും അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂസ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. ജുങ്കുറുവാവേ, ജുങ്കുറുവാവയ്ക്ക് ലെറ്റർ തന്നിട്ടുണ്ട് അവർ. അടുത്തായിട്ട് 3 രാജാക്കന്മാരാട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം അവർ നമുക്ക് ഒറിജിനൽ ഗിഫ്റ്റ് ആയിട്ടോ വന്നേക്കണേ. അതായത് ഗോൾഡ്, ഫ്രാഗ്രൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഒറിജിനൽ ഗിഫ്റ്റ് ആയിട്ടോ. അത് നമുക്ക് വേണ്ടിയിട്ട് ആഷ്ലി വായിച്ചു തരുന്നു.
എന്നിട്ട് നമ്മൾ നാട്ടിൽ പറയുന്നത് പൊന്നും നീറയും കുന്തിരിക്കും, അത് 3ആണ്. അതിൽ ഗോൾഡ് വന്നിരിക്കുന്നത് അറേബ്യയിലും നീറ വന്നിരിക്കുന്നത് കാസ്പർ എന്നുള്ള സ്ഥലത്തുനിന്ന്. മറ്റേ കുന്തിരിക്ക് കിങ് ഓഫ് സാബ, അത് പ്രസന്റ് യമൻ എന്നുള്ള ഇതാണ്. പക്ഷെ ഇതിൽ പറയുന്നത് പണ്ടത്തെ കാലത്ത് നമ്മുടെ കുന്തിരിക്കം ഗോൾഡിന്റെ അത്രയും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഓക്കെ, ഇത് വയ്ക്കുമ്പോ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാൻ. അതിനകത്തുള്ള ഗോൾഡ് ബോൾസ് ഇല്ലേ, അത് ഹീറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ഫ്ലെയിമിൽ എക്സ്പോസ് ആവരുത്. പിന്നെ സ്മോൾ ചിൽഡ്രൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നീക്കി വെക്കണം. സ്മോൾ ചിൽഡ്രൻ ഉണ്ട്. ഇതാണ് അതിന്റെ ചെറിയ ചെറിയ ഇതാണ് ഇത് നമ്മുടെ കുന്തിരിക്കം. ഇത് നീറ. നമ്മളെ ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും ഒട്ടകത്തിനും മാലാഖിനെയും ഒക്കെ വെച്ചിട്ടോ. ഇനി നമ്മൾ നമ്മുടെ മാതാവിനെയും അതുപോലെ ഔസപിതാവിനെയും നമ്മുടെ പുൽത്തൊട്ടി അതിലെ ഉണ്ണീനെയും ഒക്കെ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാനും ജുങ്കുറോവിലും കൂട്ടിയിട്ട് നമ്മുടെ രാജാക്കന്മാരുടെ കൊട്ടയിൽ പൊന്നും മീറയും കുന്തിരിക്കും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജുങ്കുറോവയും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂട് കണ്ടാലോ. കണ്ടോ, നമ്മുടെ രാജാക്കന്മാരുടെ കൊട്ടയിൽ പൊന്നും മീറയും കുന്തിരിക്കും ഒക്കെ കേട്ടോ. ഉണ്ണീനെ നമ്മൾ പുൽത്തൊട്ടിയിലല്ല കേട്ടോ അവിടെ കിടത്തിയാണ്, മാതാവിൻ്റെ കയ്യിൽ കൊടുത്തേക്കാട്ടോ. മാതാവ് അങ്ങനെ ഉണ്ണീനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. നമ്മുടെ ഈ പുൽക്കൂട്ടിൽ ഉണ്ണിയെ കയ്യിലേന്തിയ മാതാവും കൂടെ ഔസപിതാവും ആട്ടിടയന്മാരും ഉണ്ണിയെ കാണാൻ വരുന്ന രാജാക്കന്മാരും ആടുകളും പശുവും കഴുതയും ഒട്ടകവും എല്ലാം കൂടെയൊക്കെ ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവർക്കും ഇതുപോലുള്ള നല്ല നല്ല രീതിയിൽ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം. ഓക്കെ, ബൈ.